സംസ്ഥാനത്ത് യു.ഡി.എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഫോർവേഡ് ബ്ലോക്ക് യു.ഡി.എഫിന് പുറത്തേക്കെന്ന സൂചന. ദീർഘകാലമായി ഫോർവേഡ് ബ്ലോക്ക് യു.ഡി.എഫിന്റെ ഭാഗമാണ്. തീവ്ര ഇടതു സ്വഭാവമുള്ള സംഘടന ഒരിക്കലും കോൺഗ്രസിന്റെയോ യു.ഡി.എഫിലെ മറ്റു ഘടകകക്ഷികളുടെയോ സ്വഭാവത്തിന് ചേർന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. അങ്ങനെ പറയുമ്പോൾ ഇടതാശയങ്ങളോട് ആത്മാർത്ഥതയുള്ള കൂട്ടരാണെന്ന ചിന്തയൊന്നും വേണ്ടെന്ന് താനും. പറയുമ്പോൾ ഇടതെന്ന് പറയുമെങ്കിലും എല്ലാ അർത്ഥത്തിലും വലതു സ്വഭാവങ്ങളാണ് നേതാക്കൾ പിന്തുടരുന്നത്. ജി ദേവരാജൻ തന്നെയാണ് എത്രയോ കാലങ്ങളായി ആ പാർട്ടിയുടെ നേതാവ്. അധികാരം മറ്റാർക്കും പകുത്തു നൽകുവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ദേവരാജൻ. എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നിൽ നിറഞ്ഞു നിൽക്കണമെന്ന സ്വാർത്ഥ മനോഭാവമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയുടെ വളർച്ച അദ്ദേഹത്തിന് മുന്നിൽ ഘടകമേയല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പാർട്ടിക്കാർ തന്നെ ദേവരാജനെതിരെ രംഗത്ത് വന്നിരുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റ് പാർട്ടിക്ക് ലഭിച്ചത്. എന്നാൽ ദേവരാജൻ ആ അവസരം കളഞ്ഞു കുളിച്ചെന്ന അഭിപ്രായമാണ് പൊതുവെ മറ്റു നേതാക്കൾക്കുള്ളത്. ദേവരാജനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്ര കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുക പോലും ഉണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ഫോർവേഡ് ബ്ലോക്കിനായിരുന്നു യു.ഡി.എഫ് ആദ്യം സീറ്റ് നൽകിയത്. പിണറായി വിജയനെതിരെ ജി ദേവരാജൻ മത്സരിക്കണമെന്നായിരുന്നു യു.ഡി.എഫ് സംസ്ഥാന കമ്മിറ്റിയുടെയും ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം. എന്നാൽ മത്സരിക്കാൻ ജി ദേവരാജൻ തയ്യാറായില്ല. ഇതോടെ അവസാന നിമിഷം കണ്ണൂർ DCC സെക്രട്ടറി സി രഘുനാഥിനെ കോൺഗ്രസ് മത്സര രംഗത്തേക്ക് ഇറക്കുകയായിരുന്നു. ദേവരാജന്റെ നിലപാട് പാർട്ടി തീരുമാനത്തെ അട്ടിമറിക്കുന്നതും പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്കും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും സംസ്ഥാന കൗൺസിൽ യോഗം അന്ന് വിലയിരുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ തവണ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ദേവരാജൻ സ്ഥാനമേറ്റപ്പോൾ സമാന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഐക്യപ്പെടേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരേണ്ടത് ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനം ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതു ചിന്താഗതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഐക്യത്തോടെ നിന്നാൽ അത് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ദേശീയ പ്രതിപക്ഷ വേദിയിൽ ഇടതു പാർട്ടികൾ ഒരു പക്ഷമായി നിൽക്കുന്നത് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും പാർട്ടികളെ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി CPM-നെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ മടികാട്ടുന്ന നേതാവ് കൂടിയാണ് ദേവരാജൻ. അതായത് അത്രമേൽ വിധേയത്വം CPM-നോട് വെച്ചു പുലർത്തുന്ന സ്വഭാവക്കാരനാണെന്ന് സാരം. ഇടതുപക്ഷ സംഘടനയായ ഫോർവേഡ് ബ്ലോക്ക് ഇടതുചേരി വിട്ട് യു.ഡി.എഫിന്റെ ഭാഗമാകുന്നത് 2017-ലാണ്. LDF-ൽ പ്രവേശനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫോർവേഡ് ബ്ലോക്ക് യു.ഡി.എഫിനൊപ്പം ചേർന്നത്. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ഫോർവേഡ് ബ്ലോക്കിന് ഇപ്പോൾ ഇടമുണ്ട്. നിർണായകമായ പല തീരുമാനങ്ങളും യു.ഡി.എഫ് സ്വീകരിക്കുമ്പോൾ ദേവരാജന്റെയും ഫോർവേഡ് ബ്ലോക്കിന്റെയും അഭിപ്രായങ്ങളെയും നേതൃത്വം കാതോർക്കാറുണ്ട്. കേരളത്തിൽ യു.ഡി.എഫ് ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്ക് ത്രിപുര, ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയിലാണ്. കേരളത്തിലെ പാർട്ടിക്ക് സംഘടനാപരമായ വളർച്ച ഒന്നുമില്ലെന്ന വിലയിരുത്തൽ യു.ഡി.എഫിലെ മറ്റ് പാർട്ടികൾക്കും കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ സീറ്റ് ഫോർവേഡ് ബ്ലോക്ക് ആവശ്യപ്പെട്ടാൽ നൽകുവാനുള്ള സാധ്യത നന്നേ കുറവാണ്. ദേവരാജന് മത്സരിക്കുവാൻ വേണ്ടി തന്നെ വിജയം ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ആവശ്യപ്പെടുവാനാണ് ഫോർവേഡ് ബ്ലോക്ക് ആലോചിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളാണ് പ്രധാനമായും ഫോർവേഡ് ബ്ലോക്ക് ആവശ്യപ്പെടുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്കിന് നൽകുവാനുള്ള സാധ്യതകൾ കുറവാണ്. ഇതോടെയാണ് യു.ഡി.എഫ് വിട്ട് ഇടതുചേരിയിലേക്ക് തിരികെ പോകുവാനുള്ള തന്ത്രങ്ങൾ ഫോർവേഡ് ബ്ലോക്കും ദേവരാജനും മെനയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതായും അറിയുന്നു. അതേസമയം പ്രവർത്തനമില്ലാതെ പിരിവും മറ്റുമായി മുന്നണിക്ക് ബാധ്യതയായ ഫോർവേഡ് ബ്ലോക്ക് പുറത്തേക്ക് പോയാലും പ്രശ്നങ്ങളില്ലെന്ന നിലപാടിലാണ് യു.ഡി.എഫ് നേതൃത്വം. ഒരു ശല്യം ഒഴിഞ്ഞു പോകുമെന്ന നിലയിലാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത്. മറ്റ് പ്രബല ഘടകകക്ഷികൾക്കും ഫോർവേഡ് ബ്ലോക്കിനോട് അത്ര താല്പര്യമില്ലാത്ത മട്ടുമാണ്. അതേസമയം അണികളും പ്രവർത്തനവും ഇല്ലാത്ത ഫോർവേഡ് ബ്ലോക്കിനെ ഇടതുപക്ഷം ഏറ്റെടുക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്.